എഹെസ്കേൽ പ്രവചനം ഒരു പ്രവചന പുസ്തകമാണ്. Ezekiel is a book of prophecy. ഇത് നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ കാണിക്കുന്നു. He is pointing towards an event that is about to happen. 1 മുതൽ 10 വരെയുള്ള ഈ വാക്യങ്ങളിൽ And from verse 1 through 10, അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു നദിയെ ചൂണ്ടിക്കാണിക്കുകയാണ്. Ezekiel is pointing towards a river that existed back then. ആ നദിയുടെ പേര്, And that the river was called ചാവുകടൽ. It was called the Dead Sea. ചാവുകടലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? Have you heard of the Dead Sea? അതിനകത്ത് ജീവനില്ല. And there is no life in it. ചലനമില്ല. There is no movement in it. അതിനകത്ത് മത്സ്യമില്ല. There is no fish in it. പക്ഷെ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, But the prophet is saying, അതിനകത്ത് മഹാസമുദ്രത്തിലെ നദി പോലെ മീൻപിടുത്തം ഉണ്ടാകും. he's saying, even in the Dead Sea there shall be fishes, and there shall be a great catch of fishes, very many. ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. Unbelievable, unexplainable thing. അവിടെ ഒരു മീൻപിടുത്തം നടക്കുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. Nobody fishes in the Dead Sea because there's nothing living in it. അതിന് സാധ്യതകളില്ല. It is impossible for that to happen. അതാണ് പ്രവചനം. That is what is prophecy. എല്ലാ സാഹചര്യങ്ങളും ഓക്കെയാണ്. All circumstances are favorable. ഞാൻ പഠിച്ചിട്ടുണ്ട് പാസ്റ്ററെ, ആ എക്സാമിൽ ജയിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ പ്രവചനത്തിന്റെ ആവശ്യമില്ല. If we say we are prepared well, I will get good results, there's no need for a prophecy. എനിക്ക് റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല പാസ്റ്ററെ, ഞാൻ പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല പാസ്റ്ററെ എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ പ്രവചനം നിനക്ക് വേണ്ടി വരുന്നു. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ റിസൾട്ട് നിനക്ക് ഉണ്ടാകാൻ പോകും. If you are saying I'm studying, I can't understand and I'm not ready for the exam, that is when you need a prophecy. കാര്യങ്ങളെല്ലാം ഓക്കെയാ പാസ്റ്ററെ, കൊടുത്തപ്പോഴേ വിസ കിട്ടി, വിസയുടെ കാര്യങ്ങൾ നടന്നു, അടുത്ത ആഴ്ച ഞാൻ പോകും എന്ന് പറയുന്നതിന് പ്രവചനം ആവശ്യമില്ല. പാസ്റ്ററെ കൊടുത്തിട്ടൊന്നും നടക്കുന്നില്ല, ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് നിന്നോടൊരു പ്രവചനമുണ്ട്, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ പോകുന്നു. If everything is in favor, you don't need a prophecy. But if the doors are closed, if you are sitting down under disappointed, you need a prophecy. About somebody. ഇന്ന് പകൽ അസാധ്യങ്ങൾ കണ്ടിട്ടാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? If you are facing impossibilities and you're standing here this morning, ഇന്ന് പകൽ തകർച്ചകൾ മാത്രം കണ്ടിട്ടാരെങ്കിലും വന്നിട്ടുണ്ടോ? if you have faced only brokenness in your life, രോഗങ്ങളുടെ കൂട്ടിനകത്തുനിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? if you have come out of a house of sicknesses, നിനക്കാ പ്രവചനം. I prophesy to you, നീ നിന്റെ ദേശത്ത് വാലല്ല തലയാകാൻ I പോകുന്നു. prophesy you shall be the head and not the tail. നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. You shall be above and not beneath. Come on. ഇതിന്റെ ജിയോഗ്രാഫിക്കൽ മാപ്പ് നോക്കുക, ഭൂപടം നോക്കുകയാണെങ്കിൽ, When we look at the map of the Dead Sea, ഇതിന്റെ മുകളിൽ ജോർദാൻ ഉണ്ട്. Jordan is above it. അതിന്റെ മുകളിൽ ഗലീലയുണ്ട്. Above Dead Sea, as you can see, there's Galilee. ഇത് വരുന്നത് ഹെർമോൻ പർവ്വതത്തിൽ നിന്നാണ്. And this has an inflow from the Mount Hermon. ഹെർമോൻ എന്ന് പറഞ്ഞ മഞ്ഞുള്ള പർവ്വതമാണ്. And Hermon is a mount of snow. അത് ഉരുകി ഒരു ചെറിയ ഉറവയായി താഴോട്ട് വരും. And that snow melts and breaks out into tributaries and comes into the Dead Sea. നിങ്ങൾ കാണുന്നത് പോലെ ഗലീല എന്ന സ്ഥലം ഒരു കപ്പിന്റെ ആകൃതിയിലാണ് കിടക്കുന്നത്. And you can see up north, upstairs, you can see the Sea of Galilee. അത് ഈ മഞ്ഞ് ഉരുകി വന്ന വെള്ളം അവിടെ വന്ന് നിറയും. And the Mount Hermon snow melts and breaks into the Sea of Galilee. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ മധ്യപൂർവ്വ ഏഷ്യയിലെ ശുദ്ധജല തടാകമായി ഗലീല അറിയപ്പെടുന്നത്. And the Sea of Galilee is known as a sea of pure water. അതിനകത്ത് മത്സ്യ സമ്പത്തുണ്ട്. There is a lot of fish in that Sea of Galilee. 153 വലിയ മീൻകൂട്ടങ്ങൾ അതിനകത്തുണ്ട്. There are 153 types of fishes in the Sea of Galilee. 4.5 മൈൽ വീതി 13.5 മൈൽ നീളമുള്ള ഈ ഗലീല 4.5 miles wide and 13.5 miles long, the Sea of Galilee is. ലോകത്തിൽ ഒരിക്കൽ പോലും ട്രോളിംഗ് നിരോധനമില്ലാത്ത തടാകമാണ്. This is a place where there is no ban for fishing. 365 ദിവസവും മത്സ്യം കിട്ടും. You can fish 365 days in the Sea of Galilee. കാരണം ദൈവം അതിനെ അനുഗ്രഹിച്ചിട്ടിരിക്കുകയാണ്. Because the Lord has blessed that sea. അവിടുന്ന് താഴേക്ക് വെള്ളം ഒഴുകുകയാണ്. And that sea breaks into tributaries and flows into the lower parts. ഹെർമോനിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ഗലീലയിൽ വീഴുന്നു. ഗലീലയിൽ നിന്ന് വെള്ളം ജോർദാൻ നദിയായി താഴോട്ടൊഴുകുന്നു. The snow that is
melted from the Mount Hermon, comes into the Sea of Galilee and flows into the river Jordan. ജോർദാനെ മറ്റൊരു പേരിലാണ് മലയാളികൾ പരിചയപ്പെട്ടിരിക്കുന്നത്. Now the Malayalis know this river Jordan in another name. മരണനദി. And that is called the Dead Sea. എന്തുകൊണ്ട് അതിനെ മരണനദി എന്ന് വിളിക്കുന്നു? Why is it called the Dead Sea? ഉത്തരം സിമ്പിൾ ആണ്. The answer is simple. ഈ നദി ചെന്ന് ചേരുന്നത് ഡെഡ് സീയിലാണ്. This river Jordan ends up in a place called Dead Sea. ചാവുകടലിലാണ്. It is called the Dead Sea. ജീവനുള്ള വെള്ളത്തെ മരണത്തിൽ കൊണ്ടെത്തിക്കുന്നത് കൊണ്ട് യോർദാന്റെ പേര് മരണനദി. What was alive once from Mount Hermon reaches into the Dead Sea as a Dead Sea. എന്നാൽ ആ നദി വന്ന് ചേരുന്നത് ചാവുകടലിൽ. And that river comes into the Dead Sea. അതാണ് ഏറ്റവും താഴെ കാണുന്ന പോർഷൻ. That is what you see in the map in the lower water body in ഈ വെള്ളം വന്ന് ഇവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് എങ്ങോട്ടും ഒഴുകുന്നില്ല, അവിടം കൊണ്ട് സ്റ്റോപ്പ് ആകുകയാണ്. And this tributary comes and locks up into the Dead Sea. It doesn't flow out. അവിടെ സ്റ്റാഗ്നന്റ് ആയി, അവിടെ സ്റ്റക്ക് ആയി, അവിടെ തടയപ്പെട്ട് കിടക്കുകയാണ്. And this river becomes stagnant in the Dead Sea. എന്നാൽ അവിടെ ദൂത് കേൾക്കുകയാണ്. But there is a word of prophecy over Dead Sea. ഞാൻ അതിനകത്ത് മഹാസമുദ്രത്തിലെ നദി പോലെ അസംഖ്യം മത്സ്യത്തെ പിടിക്കുന്ന നദിയാക്കി മാറ്റും. The prophet Ezekiel says the Dead Sea shall turn into a place where the fishermen will come and catch fish, very many. Come on. എൻ ഗതി മുതൽ എൻ എഗ്ലീം വരെ. From En Gedi to En Eglaim. കന്യാകുമാരി കാശ്മീർ എന്ന് പറയുന്ന അതിരുപോലെ ചാവുകടലിന്റെ അതിരാണ് എൻ ഗതി മുതൽ എൻ എഗ്ലീം So വരെ. this is the border of Dead Sea from En Gedi to En Eglaim. അതിന്റെ അർത്ഥം അതിനകത്തും മുഴുവനും മത്സ്യ വിടുതലുകൾ ഉണ്ടാകും. And that means that there shall be a breakthrough of fishes in the Dead Sea. ഇത് 1000 ആണ്ട് വാഴ്ചയിൽ നടക്കും. Come on, this will happen in the millennial age. അതിന് തുല്യമായ ഒരു സംഭവം യേശുവിന്റെ കാലത്ത് നടന്നു. But there was a similar incident that happened in the days of Jesus. ഗദ്സയുടെ ഇരു കരയിലും താമസിക്കുന്നവരെ അറിയപ്പെടുന്നതാണ് കിമ്രാൻ കമ്മ്യൂണിറ്റി. The people who live in the coastline of the Dead Sea are called the Qumran community. ആ കിമ്രാൻ കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ ഭക്ഷണ രീതി വ്യത്യാസമാണ്, വസ്ത്ര രീതി വ്യത്യാസമാണ്. And the Qumran community have their own culture of eating habits and their dressing style. ഇവിടെയാണ് യോഹന്നാൻ സ്നാപകൻ വന്ന് താമസിച്ചത്. And this is where John the Baptist came and dwelt. ഒട്ടകത്തിന്റെ തോൽവാറ് ധരിച്ചു. And he wore a camel skin as his clothing. വെട്ടുക്കിളി കഴിച്ചു. He ate locusts and wild honey. അവിടെ നിന്നുകൊണ്ട് അവിടെ താമസിച്ചു. And he stayed there in the coastland of the Dead Sea. അവിടുന്ന് നടന്ന് യോർദാനിലേക്ക് ചെന്നു. And he walked into the rivers of Jordan from there. ഒരു ദിവസത്തിൽ നദിയിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, and one day as he was baptizing people in the river Jordan, അവന്റെ അമ്മയുടെ ഉദരത്തിൽ 6 മാസം കടന്നപ്പോൾ ഉണ്ടായ പോലെ ഒരു ആത്മാവിന്റെ ചലനം കേട്ടോണ്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ജനത്തിന്റെ നടുവിലൂടെ ഒരുത്തൻ നടന്നു വരുന്നു. നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് വരുന്നുണ്ട്. As he was standing there, he felt the move of the Spirit. He said, there's somebody behind me who came to me when I was 6 months old in my mother's womb, and the Spirit moved me. He turned around and he saw Jesus, the Lamb of God. അവന്റെ അടുക്കലേക്ക് യേശു ഇറങ്ങി വന്നു. And towards John, Jesus walked into rivers of Jordan. അപ്പോൾ യോഹന്നാൻ പുറകോട്ട് മാറി. And John backed up and said, how can you baptize me? ഞാൻ നിന്നെ സ്നാനപ്പെടുത്തില്ല, നീ എന്നെ പെടുത്തണം. I don't want to baptize you, you baptize me. യേശു പറഞ്ഞു, അല്ലല്ല, നിന്നാൽ സ്നാനമേൽക്കുന്നതാണ് എനിക്ക് ആവശ്യം. Jesus said, no, let all righteousness be fulfilled. I want to be baptized by you. യോഹന്നാന്റെ കൈക്കടി സ്നാനമേറ്റു. And he was baptized by the hands of John the Baptist. പഴയ നിയമവും പ്രവാചകന്മാരും യോഹന്നാന് പ്രതിനിധിയായി നിൽക്കുമ്പോൾ, and when the Old Testament law and prophets stand as a representative of John, പുതിയ നിയമത്തിന്റെ പ്രതിനിധിയായി യേശു നിൽക്കുകയാണ്. and Jesus stands to represent the new covenant. തണുത്തുറഞ്ഞ വെള്ളത്തിൽ, and in that cold waters of Jordan, 2 യുഗങ്ങൾ തമ്മിൽ നിൽക്കുകയാണ്. 2 dispensations kissed each other. അവൻ കയറുമ്പം വിളിച്ചു പറഞ്ഞു, and he came out of the water and he said, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ ഇവൻ നിങ്ങളെ തീ കൊണ്ടും പരിശുദ്ധാത്മാവിലും സ്നാനപ്പെടുത്തും. and John the Baptist said, I am not worthy to untie the sandals of his
his feet, and he shall baptize you with the Holy Ghost and fire. യെഹെസ്കേൽ പ്രവാചക, നീ പറഞ്ഞ ദൂതുണ്ടല്ലോ, ഇവിടെ മീൻപിടുത്തം നടക്കുമെന്ന്. Ezekiel prophesied that this river will turn into a place of catching of fish. ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. We've never seen that. പെട്ടെന്നൊരു കാൽപെരുമാറ്റം. And suddenly one revelation. യോഹന്നാന്റെ ശിഷ്യനായിരുന്ന അന്ത്രയോസ് പറഞ്ഞു, And Andrew said, യേശുവേ, നീ എവിടെ പാർക്കുന്നേ? Jesus, where do you stay? ഞാനും നിന്റെ കൂടെ വരുവാ. Can I come and stay with you? യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കാം. And he said, come and follow me. ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ക്രിസ്ത്യാനി അവിടെ ഉണ്ടായി. And that was the first Christian, Andrew, who followed after Jesus. First follower of Jesus, Andrew, was raised from that same shore. Andrew was born as a first Christian to follow after Jesus near the Dead Sea. ചാവുകളുടെ തീരത്തിന് ഒരു അനക്കവുമില്ല. There is no movement of life at the coastland of അത് the Dead ചത്തു Sea. കിടക്കുക. Everything is dead beside the Dead Sea. പക്ഷെ പിറ്റേ ദിവസം ഒരു അത്ഭുതം നടന്നു. But the next day there was a miracle. ആൻഡ്രൂ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചോ യേശുവിന്റെ അടുക്കിലേക്ക് And വരികയാണ്. Andrew held the hand of another young man and he came to Jesus. അവന്റെ അടുക്കലേക്ക്, യേശുവിന്റെ അടുക്കലേക്ക് അവൻ വന്ന് പറഞ്ഞു, I am Peter. And Andrew said, this is my brother Peter, Jesus. ഞാൻ പത്രോസാണ്. I am Peter. യേശു തല ഒന്ന് ഉയർത്തി നോക്കി. Jesus looked at Peter. നിന്റെ പേര് ഇന്ന് മുതൽ ശീമോൻ എന്നല്ല, നിന്റെ പേര് ഇന്ന് മുതൽ പത്രോസ് എന്നറിയപ്പെടും. And he said, you shall be not called Peter, but you shall be called Caiaphas. എന്നിട്ട് പറയുകയാണ്, And then he said, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. today I make you a fisher of men. മനുഷ്യനെ പിടിക്കുന്നവനാക്കും. I will make you a fisher of men. ചാവുകടലിന് അനക്കമൊന്നും തട്ടിയില്ല. There is no change in the Dead Sea. പക്ഷേ ആ ചാവുകളുടെ കരയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പത്രോസ്, But the Peter who came from the shores of the Dead Sea, സിഹിയോൻ മാളിക മുറിയിൽ പെന്തക്കോസ്ത് ദിനത്തിൽ എഴുന്നേറ്റ് ഒരൊറ്റ പ്രസംഗം നടത്തി. on the day of Pentecost, Peter stood with 11 apostles and he preached the first message. യേശുവിനോട് ചേരാൻ താല്പര്യമുള്ളവർ ഓടി വരാൻ പറഞ്ഞപ്പോൾ He said, 3000 പേര് ഓടി വരികയാണ്. Whoever wants Jesus, come running forward. മീൻപിടുത്തക്കാരൻ നിന്ന് വല കയറ്റുന്നത് പോലെ, Just like how a fisherman drags his fish net. മീൻപിടുത്തക്കാരൻ നിന്ന് വല പിടിച്ചു Just കയറ്റുന്നത് like പോലെ, how he gathers a fish in the fish net. 11 ശിഷ്യന്മാർ ഈ 3000 എണ്ണത്തെ പിടിച്ചകത്തേക്കിട്ടു. 3,000 Jews were pulled into the kingdom. പിറ്റേ ദിവസം ഒരു പ്രസംഗം നടത്തി. The next day there was another preaching. 5000 എണ്ണത്തെ പിടിച്ചകത്തോട്ട് കയറ്റി. 5,000 were dragged into the kingdom. അപ്പം യെഹെസ്കേൽ പ്രവചനം 47 അധ്യായം 10 വാക്യം അവിടെ വെളിപ്പെട്ടു. ചാവുകടലിന്റെ അടിയിൽ നിന്ന് മഹാസമുദ്രത്തിലെ മത്സ്യത്തെ പോലെ ഒരു മീൻപിടുത്തം ഉണ്ടാകും. And the prophecy of Ezekiel 47:10 was fulfilled on the day of Pentecost and the days after. Come on. 16 ജാതിക്കാർ, And 16 different nations. ആളുകൾ അവിടെ വന്നു. There were 17 different nations came there. അവർ സ്നാനപ്പെട്ടു. And they were all baptized. യേശുവിനോട് ചേർന്നു. And they were drawing to Jesus. 11 പേരും അവരെ പിടിച്ചകത്തോട്ട് കയറ്റുമ്പോൾ, And the 11 apostles gathered them into the kingdom. ഇവിടെ നിൽക്കുന്ന എല്ലാവരും കൈയടിച്ച് ആമേൻ പറയുന്നത് പോലെ, Come on, just like how you clap your hands now. അവരവരെ കൈയടിച്ച് ദൈവരാജ്യത്തിലേക്ക് പിടിച്ചു കയറ്റിയപ്പോൾ, When they dragged them into the kingdom of God by clapping hands. എൻഗതി മുതൽ എന്നെക്കിളിയും വരെയുള്ള മീൻപിടുത്തക്കാർ നിന്ന് വല വീശുന്നത് പോലെ 11 പേർ 5000-ലധികം പേരെ അകത്തോട്ട് കയറ്റിയപ്പോൾ, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ മീൻപിടുത്തം, മനുഷ്യരെ പിടിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തം അവിടെ വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇതിനകത്തിരിക്കുന്ന കരങ്ങളെ അവൻ ബലപ്പെടുത്താൻ പോകുകയാ. പട്ടണങ്ങളെ പിടിക്കാൻ, രാജ്യങ്ങളെ പിടിക്കാൻ, ഭൂഖണ്ഡങ്ങളെ പിടിക്കാൻ അഭിഷേകത്തിന്റെ തീയുമായി ദൈവം ഇതിനകത്തുനിന്ന് ചിലതിനെ അയക്കുന്നു. 2 കരങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ട് Lift both your hands to heaven. കൂടാര പെരുന്നാളിന്റെ അവസാനത്തെ ദിവസം, The last day of the feast of the tabernacle. യേശു പറയുകയാണ്, Jesus cried and said, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു നദിയെ ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. I am introducing the river of the Holy Spirit to you. ഈ ലോകത്തുള്ള സകല നദികളും എവിടെങ്കിലുമൊക്കെ കല്ലും
അണക്കെട്ടും കെട്ടിയാൽ കെട്ടി തടഞ്ഞു പോകുമ്പോൾ ആർക്കും തടയാൻ പറ്റാത്തൊരു നദി ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. The river of the Holy Spirit is unlike any river of the earth that can be stopped and given boundary. The Holy Spirit has no boundaries. നീ രാജ്യങ്ങൾക്കൊരു അനുഗ്രഹമാകും. And you shall be a blessing to the നീ nations. പട്ടണങ്ങൾക്കൊരു അനുഗ്രഹമാകും. You shall be a blessing in your നീ city. ദേശങ്ങൾക്കൊരു അനുഗ്രഹമാകും. You are a blessing to the nations. ഇന്ന് പകരം നദി എന്നിൽ നിന്ന് പുറപ്പെടണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ If anyone desires to have കരം ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ചു.